ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മിക്സഡ് ആയിട്ടുള്ള നമ്മുടെ സിലബസിൽ പറയുന്ന LP-UPയുടെ സിലബസിൽ പറയുന്ന ആ ചോദ്യങ്ങൾ മിക്സഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 2 അതിൻ്റെ ചെയ്തിട്ടുണ്ട്. മിക്സഡ് ആയിട്ട് നമ്മൾ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ മിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. ഇവിടെ നമ്മൾ 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിക്സഡ് ആയിട്ട് സിലബസിൽ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ബുക്കും പേനയും എടുക്കുക. അതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ 1 മുതൽ 10 വരെ നമ്പറുകൾ ഇടുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, എഴുതുക. അവസാനം നമുക്ക് മാർക്ക് നോക്കാം. എത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചുവടെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കാം നമ്മുടെ ചോദ്യം 1ാമത്തെ ചോദ്യം നോക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ഇതൊന്നുമല്ല. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ആ ഓപ്ഷൻ മാത്രം എഴുതുക. ഓക്കെ അല്ലേ? അടുത്തത്, സമയം വേണ്ടല്ലോ, 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, ഇനി ചോദ്യം ഇതാണ്, ഇത് ഭരണഘടനയുടെ ഏതു ഭാഗമായാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു തവണ കൂടെ വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ചോദ്യം വരുന്നത്, ഇത് ഭരണഘടനയുടെ ഏതു ഭാഗമായാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. സിമ്പിളാണ്. ചിലർക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായിരിക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കുക. പക്ഷേ സിമ്പിളാണത്, മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ. ഓപ്ഷൻ നോക്കുക. ഭാഗം 4A, ഓപ്ഷൻ B ഭാഗം 12A, ഭാഗം 4, ഭാഗം 3. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. ഏത് ഓപ്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക. അടുത്തത് 3ാമത്തെ ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കുക. 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് തെറ്റാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് ഹിമാലയം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതോ ഒരു പ്രസ്താവന ഹിമാലയത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് എഴുതുക. സമയം കൂടുതൽ വേണ്ടവരെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു ചെറിയ കാര്യം, നമ്മൾ ഇന്ന് മുതൽ LP-UPക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സിൻ്റെ 9ാമത്തെ ബാച്ച് നമ്മൾ ഇന്ന്, അതായത് ജനുവരി 29, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഡെയിലി 3 മണിക്കൂറോളം രാവിലെയും വൈകുന്നേരവും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. ഒറ്റയടിക്ക് 3 മണിക്കൂറല്ല, നിങ്ങൾക്ക് ഒരു ദിവസം 3 മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. രാവിലെയും വൈകുന്നേരത്തെ ക്ലാസ്സുകളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒഴിവ് സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജോലി തിരക്കിനിടയിൽ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ടൈം ടേബിൾ പ്രകാരം നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ തരുന്നുണ്ട് പഠിക്കാനായിട്ട്. ലൈവ് ക്ലാസ് കൂടാതെ OMR പരീക്ഷ നടത്തുന്നുണ്ട്, റിവിഷൻ നടത്തുന്നുണ്ട്, ലൈവ് എക്സാമുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇന്ന് 9ാമത്തെ ക്രാഷ് കോഴ്സിൻ്റെ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാനും മറ്റ് ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി 2 ദിവസമേ ഉള്ളൂ LP-UP അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കാത്തവർ ഉടൻ തന്നെ അപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 നദികൾ തന്നിട്ടുണ്ട്. 1 സിന്ധു, 2 മഹാനദി, 3 നർമ്മദ, 4 പെരിയാർ. ഇതിൽ എവിടെയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കുക. A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത്. ഈ ഓപ്ഷൻ നമുക്ക് വായിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക ഏത് ഓപ്ഷനാണെന്നുള്ളത്. വീഡിയോ പോസ് ചെയ്തോളൂ, സമയം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് സമയം എടുക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ അല്ലേ? ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക്
പോവാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കുക, 3 പ്രസ്താവനകളുണ്ട്. അതിലൊന്ന് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ഒന്നാമത്തെ പ്രസ്താവന. 2, 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി എന്ന് പറയുന്നുണ്ട് ഒരു പ്രസ്താവന. അടുത്തത്, സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. അപ്പോൾ 3 പ്രസ്താവനകളുണ്ട്. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ പ്രസ്താവനകളാണ് ഗാന്ധിജിയുമായി ശരിയായത് എന്നുള്ളവ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഓപ്ഷൻ എഴുതുക. നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നോക്കുക, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അതായത് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനം ഏതൊക്കെ എന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ ആന്ധ്രാപ്രദേശ് തന്നിട്ടുണ്ട്, 2 ഗോവ തന്നിട്ടുണ്ട്, 3 കർണാടക തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് എന്നുള്ളത് തിരഞ്ഞെടുക്കണം. 4 ഓപ്ഷനുണ്ട്. കൃത്യമായിട്ട് ഓപ്ഷൻ നോക്കുക, കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഉത്തരം എഴുതുക. ഓക്കെ, ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് പറഞ്ഞു പോവാം. 6 കഴിഞ്ഞു. ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? നവോത്ഥാന നായകരെക്കുറിച്ചിട്ടും അവരുടെ കൃതികളെക്കുറിച്ചും തന്നിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ഒന്നാമത്തത് വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്, അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ട് പറയുന്നത് അഖിലത്തിരുട്ട്. അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. വാഗ്ബടാനന്ദൻ്റെ കൃതിയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള വിവേകാനന്ദ സന്ദേശമാണ്. അതും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം. അതുപോലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ട് ഇവിടെ തന്നിട്ടുള്ള ആത്മാനുതാപമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ജോഡികളാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കുക. അതിനുശേഷം ഓപ്ഷൻ എ, ബി, സി, ഡിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, എഴുതുക. വീഡിയോ സമയം കൂടുതൽ വേണ്ടവർ ജസ്റ്റ് പോസ് ചെയ്തോളൂ. നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ്. രാമകൃഷ്ണപിള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവി, KP കേശവമേനോൻ, CV കുഞ്ഞിരാമൻ. ആരാണെന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. അടുത്ത 9ാമത്തെ ചോദ്യം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിലൊന്ന്, സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ എന്ന് പറയുന്നൊരു പ്രസ്താവനയുണ്ട്. അടുത്തത്, ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ ഇവ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വിവരശേഖരണം ഇതിലൂടെ സാധ്യമാകുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയോ വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയുന്ന 4 പ്രസ്താവനകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്ഷനിൽ നിന്നകത്ത് നോക്കുക, A, B, C, Dയിൽ നിന്നകത്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതുക. സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. അടുത്തതിലേക്ക് 10ാമത്തെ ചോദ്യം, അവസാന ചോദ്യമാണ്. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനുകളുണ്ട്. പൂക്കോട്ടൂർ യുദ്ധം, കുളച്ചൽ യുദ്ധം, കുറിച്ചറ യുദ്ധം, ചാന്നാർ ലഹള. അപ്പോൾ ഇതിൽ നിന്ന് 1, 2, 2, 3, 3, 4, 1 അങ്ങനെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. A, B, C, D എന്ന് പറയുന്നത് കൃത്യമായിട്ട് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവങ്ങൾ ഒരു സംഭവമാണെങ്കിൽ അങ്ങനെ ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഏതാണ് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. ഓക്കെ അല്ലേ? 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ മിക്സഡ് ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ. ആ 10 ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ ഏകദേശം പഠിച്ച് നമ്മൾ റിവിഷനൊക്കെ തുടങ്ങേണ്ട ഒരു സമയമായില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ജനുവരി ഏകദേശം കഴിയാറായി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കണം. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം 1 മാസം ആവുന്നു അല്ലേ. അപ്പോൾ ആ ചൂടോടുകൂടി നോട്ടിഫിക്കേഷൻ വന്ന സമയത്തൊക്കെ നമ്മൾ നല്ല ചൂടോടെ പഠിക്കുന്നുണ്ടാവും. അത് കഴിയുമ്പോൾ ഒന്ന് കുറയും. അങ്ങനെ കുറയരുത്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. ഓക്കെ അല്ലേ? ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഹെൽപ്പാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്താണ് ഓപ്ഷൻ ബി, രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 2ാമത്തെ ചോദ്യം.
ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 നടന്ന 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന കാര്യം നമുക്കറിയാം. ഇത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഭാഗം 4A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഗം 4A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് നോക്കുക. ചോദ്യം പറയുന്നത് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്ന് പറയുന്നത് എന്താണ്? തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവയൊക്കെ എവിടെയാണ് കൃഷി ചെയ്യുന്നത്? ഹിമാലയവുമായി ബന്ധപ്പെട്ട് അവിടെ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. പിന്നെയോ ഓറഞ്ച്, ആപ്പിൾ ഓറഞ്ചും ആപ്പിളൊക്കെ നമുക്ക് ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരില്ലേ, ഹിമാലയമായിട്ടുള്ള നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെയോ പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്ന് പറയുന്നത് ശരിയാണോ അല്ലേ? പരുത്തി കൃഷിക്ക് അനുയോജ്യമായതാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്ന് പറയുന്നത് ഹിമാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണെന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതെല്ലാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സിന്ധു എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് മഹാനദി ഒഡീഷയിലാണെന്ന് അറിയാം അല്ലേ. ഇനി മഹാനദി ഒഡീഷയിൽ നിന്ന് ഇങ്ങോട്ടാണോ വരുന്നില്ല, അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അത് എവിടെയാണ് പോയി പതിക്കുന്നത്? അപ്പോൾ അത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ ഈ പറയുന്ന മഹാനദി എവിടെ വരില്ല? ഈ പറയുന്ന അറബിക്കടലുമായി ബന്ധപ്പെട്ട് നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത നർമ്മദ, ശരിയാണ്, അറബിക്കടലിലാണ് പതിക്കുന്നത് നർമ്മദ. ഇനി പെരിയാർ നമ്മുടെ കേരളത്തിലാണ്, അറബിക്കടലുമായി ചേർന്ന് കിടക്കുന്നു, നമുക്കറിയാം അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ് അല്ലേ. 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാൻ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ 1915 ജനുവരി 9 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എവിടെ എത്തുന്നു? ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു, അതും ശരിയാണ്. പിന്നെയോ സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു, അതെന്താണ്? അത് തെറ്റായ പ്രസ്താവനയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ആരല്ല? സുരേന്ദ്രനാഥ് ബാനർജി അല്ല. പിന്നെയോ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത 6ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു, ശരിയായവ കണ്ടെത്തുക. പശ്ചിമഘട്ടമാണ് അല്ലേ. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മുതൽ അല്ലേ, ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഗുജറാത്ത് തൊട്ട് തമിഴ്നാട് വരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതാണ്, ഇങ്ങനെ കടലുമായിട്ട് ചേർന്നിട്ടുള്ള ഈ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്ന് വരുന്നതാണ് അല്ലേ പശ്ചിമഘട്ടം, നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്കറിയാം ഗുജറാത്താണ് അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുജറാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ മഹാരാഷ്ട്രയാണ് അല്ലേ. മഹാരാഷ്ട്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവയാണ്. ഓക്കെ, ഗോവ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? കർണാടകയാണ്. പിന്നീട് വരുന്നത് കേരളം വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ തമിഴ്നാട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോവ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഗോവ എന്ന് പറയുന്നത് ഇവിടെ ഗോവയുണ്ട്, അതുപോലെ തന്നെ കർണാടക എന്ന് പറയുന്നത് കർണാടകയുണ്ട് അല്ലേ. ബാക്കിയുള്ള ഓപ്ഷനകത്തില്ല. പക്ഷേ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് എവിടെയാണ്? പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് അല്ലേ, പൂർവ്വഘട്ടം കടന്നു പോകുന്ന, അങ്ങനെ പൂർവ്വഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അവിടെ കിടക്കുകയാണ്. പശ്ചിമഘട്ടവുമായിട്ട് ആർക്ക് ബന്ധവുമില്ല? ഈ പറയുന്ന ആന്ധ്രാപ്രദേശിന് ബന്ധമില്ല. പിന്നെയോ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് വരെയാണെന്നുള്ള കാര്യം എന്താണ്? 3, 3, 6 സംസ്ഥാനത്തിലൂടെയാണ് ഏത് കടന്നു പോകുന്നത്? ഈ പറയുന്ന പശ്ചിമഘട്ടം കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം 2, 3 എന്നിവയാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ 2, 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം 2, 3 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഗോവ, കർണാടക, ഇത് രണ്ടെണ്ണം. അപ്പോൾ സി. ഓക്കെ, അടുത്തത് 7ാമത്തേത്, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെടുത്ത ഗ്രൂപ്പിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, വൈകുണ്ഠസ്വാമികൾ അകലത്തിരിട്ട് അമ്മാനെ അരുൾനൂൽ എന്നൊക്കെ പറയുന്ന കൃതികൾ ആരുടെയാണ്? അത് വൈകുണ്ഠസ്വാമികളുടെ തന്നെയാണ് അല്ലേ. അപ്പോൾ അകലത്തിരിട്ട് എന്ന് പറയുമ്പോൾ ആരുടെ തന്നെയാണ്? അത് വൈകുണ്ഠസ്വാമികളുടെ. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വാഗ്ബടാനന്ദൻ്റെ വിവേകാനന്ദ സന്ദേശം അല്ലേ, വാഗ്ബടാനന്ദൻ്റെ ആണോ ഈ വിവേകാനന്ദ സന്ദേശം എന്ന് പറയുന്നത്? അല്ല, വാഗ്ബടാനന്ദൻ്റെ അല്ല വിവേകാനന്ദ സന്ദേശം. അപ്പോൾ നമുക്കറിയാം നമുക്ക് തന്നിട്ടുള്ള ഈ പ്രസ്താവന ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്.
ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ ആരുടെയാണ് വിവേകാനന്ദ സന്ദേശം? അത് ആഗമാനന്ദൻ്റെയാണ്. ആരുടെയാണ്? ആഗമാനന്ദൻ്റെയാണ്. ആഗമാനന്ദ സ്വാമികളുടെയാണ് വിവേകാനന്ദ സന്ദേശം എന്ന് പറയുന്നത്. പിന്നെയോ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഏതാണ് 1ഉം 3ഉമാണ് ശരിയില്ലേ? 1ഉം 3ഉം ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. വിവേകാനന്ദ സന്ദേശം ആഗമാനന്ദ സ്വാമികളുടെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. 8 സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരായിരുന്നു? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ? നിങ്ങൾ സ്വദേശാഭിമാനി എന്ന് പറയുമ്പോൾ രാമകൃഷ്ണ പള്ളിയിലേക്ക് ചിലർക്കെങ്കിലും പോകാനായിട്ട് തോന്നും അല്ലേ? 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി 5 തെങ്ങിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പത്രമാണ് ഏതാണ്? സ്വദേശാഭിമാനി പത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണെന്ന കാര്യം പത്രാധിപനായിരുന്നു രാമകൃഷ്ണ പിള്ള എന്നത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും നമ്മളോട് പറഞ്ഞിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ കാണാനാണ് നോക്കുക. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം എത്രയാണ്? 36,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഭൂമിയുടെ അതേ ഭ്രമണ വേഗത്തിന് തുല്യമായിട്ടുള്ള വേഗത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അവ സഞ്ചരിക്കുന്നത്. അതും ശരിയാണ്. പിന്നീട് വാർത്താവിനിമയത്തിനാണ് ഇവയെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് പറയുന്നതും ശരിയാണ്. പിന്നെന്താണ്? ഇവിടെ പറയുന്ന പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാം എന്താണ്? ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. ഇവിടെ 1, 2, 4 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമുക്ക് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് ചോദിക്കുന്നത്. മലബാർ കലാപം എന്ന് പറയുമ്പോൾ എന്താണ്? പൂക്കോട്ടൂർ യുദ്ധം, കുളച്ചൽ യുദ്ധം, കുറിച്ചർ യുദ്ധം, ചാന്നാർ ലഹള എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വരണം മലബാർ കലാപം എന്ന് കേൾക്കുമ്പോൾ പൂക്കോട്ടൂർ യുദ്ധം മാത്രമാണ് അവിടെ നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷനകത്ത് എന്ത്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി 1 മാത്രം ശരി. പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി 1 മാത്രം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളാണ് നോക്കിയത്. ഈ 10 ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തു. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ മാർക്കൊന്ന് നോക്കിയിട്ട് ആ മാർക്കൊന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി? അപ്പോൾ ഏതൊക്കെ ഇങ്ങനെ മിക്സറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെ നമ്മുടെ പഠനം എത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് എന്തായാലും നമുക്ക് മോക്ക് ടെസ്റ്റുകളുടെ ടോപ്പിക്കുമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ മിക്സറായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. ഓക്കെ, റിവിഷനും നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.